മുടിയിലെ നര മാറ്റാൻ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ച് നോക്ക്. എത്ര തന്നെ പഴക്കം ചെന്ന നരയും മാറ്റാം. പ്രായഭേദമില്ലാതെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. നര നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു മാജിക് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വെറും ഒരു ദിവസം കൊണ്ട് തന്നെ നര മാറ്റുമെന്ന് പറയുമ്പോൾ ഇതിലേതോ കെമിക്കൽ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. പ്രകൃതിദത്തമായ രീതിയിൽ മുടിയിലെ നര മാറ്റാനുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നര. നര മാറ്റാൻ കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയെ നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള അതും പ്രകൃതിദത്തമായ രീതിയിൽ നിങ്ങളുടെ മുടി നര മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു മാജിക് പാക്ക് നിങ്ങളുടെ മുടിയിൽ ഒന്ന് തേച്ച് നോക്ക്. മുടി വേരിൽ നിന്ന് തന്നെ കറുക്കുന്നത് കാണാം. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് നര ഒരെണ്ണം പോലും വരാത്ത രീതിയിൽ കറുക്കുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നര മാറ്റാൻ പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, അകത്ത് ഉള്ളിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെല്ലണം. അതായത് നാരടങ്ങിയ ആഹാരം കഴിക്കുക, കൂടാതെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഗ്രീൻ സലാഡ് എക്സെട്ര. പിന്നെ കൂടാതെ തന്നെ വെള്ളവും നല്ല പോലെ കുടിക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തണം. അതായത് ജീവിത ശൈലി മാറ്റങ്ങൾ വരുത്തണം. കൂടാതെ തന്നെ കെമിക്കൽ പ്രോഡക്റ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. പിന്നെ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളുടെ മുടി കറുപ്പിക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള ഈ പാക്കിൽ നിന്ന് സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. അത് പെട്ടെന്ന് തന്നെ മുടിയിൽ നിന്ന് മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഡൈ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളുടെ മുടിയിൽ ഒന്ന് തേച്ചു നോക്ക്. മുടിയിൽ നിന്ന് നര വേരിൽ നിന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് എടുക്കുന്നത്. എനിക്ക് ലോങ് ഹെയറിനാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അളവുകൾ കൂടുതൽ എടുത്താൽ മതിയാകും. നോർമൽ ഹെയർ ആയതുകൊണ്ട് ഈ പറയുന്ന അളവിന് മതിയാകും. ഞാനിവിടെ എടുക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ ആണ് ഹെന്ന പൗഡർ എടുക്കുന്നത്. ഹെന്ന പൗഡർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മൈലാഞ്ചി ഇല ഉണക്കി പൊടിച്ചതാണ് എടുക്കുന്നത്. മൈലാഞ്ചി ഇല നമുക്ക് പൊടിച്ചത് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ നിന്നും കിട്ടും. അതല്ലെങ്കിൽ വീട്ടിൽ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഹെന്ന പൗഡർ 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഇപ്പം നെല്ലിക്കയുടെയൊക്കെ സീസണാണ്. പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അതല്ലെങ്കിൽ നെല്ലിക്ക പൊടി നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. അതും ഓൺലൈൻ വഴി അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ നിന്നും നമുക്ക് നെല്ലിക്ക പൊടി അതായത് ആംല പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഹെന്ന പൗഡർ എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ ആണ്. ഇപ്പം നിങ്ങൾക്ക് ലോങ് ഹെയർ ആകുമ്പോൾ 5, 6 നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തെങ്കിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. 1, 2 അങ്ങനെ 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ഹെയറിന് എടുക്കുന്ന അളവ് 5 എടുക്കുന്ന സമയത്ത് 3, 4 നമ്മുടെ ആംല പൗഡർ എടുക്കാവുന്നതാണ്. അങ്ങനെ ആംല പൗഡർ ചേർത്തതിന് ശേഷം ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് എടുക്കുന്നത്. അതായിരിക്കും നല്ലത്, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അത് സാധാരണ അല്ലാതെ നോർമൽ കോഫി പൗഡർ ആണെങ്കിലും അത് എടുക്കാവുന്നതാണ്. കോഫി പൗഡർ എടുക്കുന്ന അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ നമുക്ക് വേണം. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല കട്ടയ്ക്ക് അതായത് കട്ടക്കറുപ്പിനുള്ള തേയിലവെള്ളം. ഇത് കണ്ടോ, നല്ല ഹാർഡ് തേയിലവെള്ളം വേണം. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേയിലവെള്ളം വെച്ച് മുടി കഴുകാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. തേയിലവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേയിലവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ പൊടികളെല്ലാം മിക്സ് ആക്കി എടുക്കേണ്ടത്. അധികം അങ്ങ് ലൂസായി പോകാനായിട്ട് പാടില്ല. അതല്ല, ചില ആൾക്കാർക്ക് മുടി മുഴുവനായിട്ട് നരയുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണം. ചില ആൾക്കാർക്ക് ചില ഭാഗത്ത് മാത്രമായിട്ടുള്ള അവിടെ മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ നെല്ലിക്കയൊക്കെ അരിയുന്ന സമയത്ത് കൈയുടെ ഭാഗത്ത് കറുത്ത് പിടിക്കാറില്ലയോ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ
കറുത്തങ്ങ് പിടിക്കും, പിന്നീട് പോകുക പോലും ചെയ്യില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാറ്റം കിട്ടും. അധികമൊന്നും സാധനങ്ങൾ വേണ്ട, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ പാക്ക് തയ്യാറാക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഞാൻ, അതായത് നമ്മുടെ തേയില വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുകയാണ്. കണ്ടോ, മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹെന്ന പാക്ക്. കണ്ടോ, ഈ ഒരു രീതിയിൽ മുടിയിൽ നല്ല പോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ സ്കാൽപ്പിൽ പറ്റിയാലും ഒരു പ്രശ്നമില്ല, മുടിക്ക് നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെന്ന് മുടിയിലെ അതായത് നമ്മുടെ സ്കാൽപ്പിൽ പറ്റുവാണെങ്കിൽ റൂട്ടിലേക്ക് ഇറങ്ങി ചെന്ന് മുടിയിലുണ്ടാകുന്ന നര പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. ഈ ഡൈ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. ഞാൻ ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഒക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. ഡൈ പാക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. റൂട്ടിൽ പറ്റിയാലും ഒരു കുഴപ്പവുമില്ല. റൂട്ടിൽ പറ്റുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്താൽ മതി. മുടിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. സംഭവം കിടുവാണ്. പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടോ, വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നല്ലയോ. നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കി ഉടനെ തന്നെ മുടിയിൽ തേക്കാനായിട്ട് നോക്കണം. ഈ പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20-25 മിനിറ്റിന് ശേഷം പൊഴിഞ്ഞു വീഴുന്ന ഒരു പരുവുണ്ടല്ലോ, അപ്പം മുടി കഴുകിയാൽ മതി. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട. ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയാൽ മാത്രം മതി. മുടിയിലെ നര നിങ്ങൾക്ക് മാറുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഷാമ്പുവോ കണ്ടീഷണറോ ഒക്കെ ഉപയോഗിക്കുന്നത് മുടിക്ക് അത്ര നല്ലതല്ല. നമുക്കൊന്നെങ്കിൽ ചെമ്പരത്തിത്താളി അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് ഒരു രീതിയിലും ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ താളി ഒന്നും വെച്ച് കഴുകണ്ട. സാധാരണ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. മറ്റുള്ള ഒന്നും മുടി തേക്കണ്ട. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ തേക്കാം, വേറുള്ള കാര്യങ്ങളോ ഒന്നും തേക്കാതെ തന്നെ മുടിയെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. നിങ്ങൾക്ക് മുടി നര മാറുന്നത് കാണാനും കൂടി സാധിക്കും. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.